വന്ന സമയത്താണ് KSRTCന്റെ കണക്കെടുത്തു. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കണക്കെടുത്തു. കാരണം ഗവൺമെന്റിന്റെ പ്രഖ്യാപനം വരാൻ പോവുകയാണല്ലോ. രാഹുൽ ഗാന്ധിയുമാണ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ഗവൺമെന്റ് കണക്കെടുത്ത് നോക്കുമ്പോഴാണ് ഈ വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഓർഡിനറി ബസ്സുകളിലാണ് യാത്ര സൗജന്യം അനുവദിക്കുന്നതെങ്കിൽ ഇപ്പൊ അവർ സ്ത്രീകളുടെ കണക്കെടുത്തു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എടുത്ത കണക്കിനകത്ത് കാണിക്കുന്നത് കേരളത്തിൽ ഇപ്പൊ പോകുന്ന സർക്കാർ ബസ്സുകളില് ഏതാണ്ട് 50% മുകളിൽ സ്ത്രീകളാണ് യാത്രക്കാര്. അത് ശരിയാണ്. അത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പുരുഷന്മാരും മറ്റേ യുവാക്കൾ അങ്ങനെ കാറ്റഗറിയൊക്കെ അവർ കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. സ്ത്രീകൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രായമായവരും മറ്റേ പിന്നെ സ്ത്രീകളുടെ പിന്നെ ബസ്സിലെ യാത്രക്കാരിൽ നല്ല ശതമാനം സ്ത്രീകളാണ്. നമുക്കത് കണ്ടാലത് ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്താൽ നമുക്കത് മനസ്സിലാകുന്നതാണ്. അപ്പൊ ആദ്യമൊക്കെ സ്ത്രീകൾക്ക് 1-2 സീറ്റുകളാണ് സംവരണം ചെയ്തിരുന്നത്. ഈ സ്ത്രീ പിന്നെ ഇന്ന് വനിതാ സംവരണം അല്ലെ സ്ത്രീ സംവരണം നോക്കി അത് സീറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പുരുഷന്മാരിരുന്ന ശിക്ഷാർഹവുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കി. ഇപ്പോൾ നമ്മളൊരു ബസ്സിലൊന്ന് കയറി നോക്കി. ബസ്സിൽ കയറി കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ചിലപ്പോൾ ഇരിക്കാൻ പോലും സീറ്റ് കിട്ടത്തില്ല. അതേപോലെ നിറഞ്ഞാണ് പോകുന്നത്. നിറഞ്ഞ സ്ത്രീകളാണ് അതിനകത്ത് പോകുന്നത്. പോട്ടെ, നല്ല കാര്യം. അവര് പിന്നെ പൊതു ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഗവൺമെന്റ് എടുത്ത കണക്കെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ സർക്കാർ ബസ്സുകളിലെ ടിക്കറ്റ് മെഷീൻ കൊടുക്കുന്ന ടിക്കറ്റിനകത്തില് ജെൻഡർ കൂടെ സൂചിപ്പിച്ചുകൊണ്ടൊരു ഫോം ഒരു ക്ലോസ് കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതായത് മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്രയും യാത്രക്കാർ സ്ത്രീകളാണെന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഈ യാത്രക്കാരുടെ എണ്ണം കൂടെ വെച്ച് ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ ഈ സൗജന്യം അനുവദിക്കണമെന്നുണ്ടെങ്കിൽ KSRTCക്ക് പ്രതിമാസം 30 കോടി രൂപയുടെ വരുമാനക്കുറവുണ്ടാകുമെന്നാണ്. അതായത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ നിന്ന് 30 കോടിയോളം രൂപയുടെ കുറവുണ്ടാകും. അതാണ് കണ്ടെത്തിയിരിക്കുന്ന കാര്യം. ഇത് ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളിലേക്ക് ഇത് നീട്ടിക്കഴിഞ്ഞാൽ ഓർഡിനറിയോടൊപ്പം തന്നെ ഫാസ്റ്റ് പാസഞ്ചർ സ്ത്രീകൾക്ക് സൗജന്യം അനുവദിച്ചു കഴിഞ്ഞാൽ ആ വരുന്ന സർക്കാരിന് വരുന്ന അധിക ബാധ്യത ഏതാണ്ട് 60 ലക്ഷം 55-60 ലക്ഷം രൂപ വരുമെന്നാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് അവർ കണ്ടിരിക്കുന്നത്. അത് സൂപ്പർ ഫാസ്റ്റിലേക്ക് കൂടെ ആണെങ്കിൽ അതിൽ കൂടുതൽ 75-80 കോടി രൂപയുടെ അധിക ചെലവ് KSRTCക്ക് വരും. അതാണ് വലിയ കണക്ക്. ഇത് നമ്മുടെ മാസം ഇത്രയാണെങ്കിൽ വർഷം എത്ര രൂപയുടെ വർധനവ് വേണ്ടി വരും? എത്ര രൂപ അധികമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടി വരും? ഇപ്പൊ KSRTCയുടെ അവസ്ഥ നമുക്കറിയാം.